Good morning. Good morning. Good morning. Good morning. നിങ്ങള് പ്രയറും തോട്ട് ഓഫ് ദി ഡേയും സൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഞാനിപ്പോ വരാവേ. Okay. ശൂന്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ലോകങ്ങൾക്കുമേ രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിൻ ദാദിപനേ ആരാധിപ്പൂ ഞാൻ സതതം സഹായമതീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നിത്യായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ തന്മാർഗത്തിൽ അങ്ങയാ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല ആലന്തയാലുവായിദാശിന്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Thought of the day. Education is the most powerful weapon which you can use to change the world. വിദ്യാഭ്യാസം എന്നത് ഒരു ആയുധമാണ്. അത് നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ ഈ ലോകത്തിൽ തന്നെ പല വിധത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, കഴിഞ്ഞെല്ലാരും. കഴിഞ്ഞോ? സൈനിങ് ഒക്കെ കഴിഞ്ഞോ? പറയൂ, കഴിഞ്ഞോ? ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ആതിര മാമിനെയും എന്റെ പ്രിയ കൂട്ടുകാരിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ ഓൾ. കഴിഞ്ഞല്ലോ. കഴിഞ്ഞു മാം. ഈ ഇവിടുത്തെ ഓരോ ഈ ബാച്ചിലെ കുട്ടികളെ സൈനിങ്ങിനൊക്കെ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വരാത്തെന്നറിയാം. മടിച്ചികളാണ് നിങ്ങള്. സമയമില്ലാത്തോണ്ടാണോ? ആയിരിക്കാം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖാണ് മാം. മാമിന് സുഖല്ലേ? സുഖം. മഴയൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് ഇവിടെ നല്ല മഴയാ. നല്ല മഴ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കുറഞ്ഞു കേട്ടോ. ഇപ്പൊ വെയിലായി. ഞങ്ങക്ക് കൊല്ലത്ത് രണ്ടും കൂടെ മിക്സഡ് ആണ്. കുറച്ച് മഴ കുറച്ച് വെയില്. പക്ഷെ നമുക്ക് മെയ് മുതല് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? മെയ് തുടങ്ങി. അതെ അതെ, മെയില്. അതുകൊണ്ട് മഴ നമുക്ക് അധികം ജൂണിൽ അങ്ങനെ ശക്തി പ്രാപിച്ചില്ല. ഒരിടക്ക് മാത്രം ഇച്ചിരി കൂടുതലായിട്ട് നിന്നുള്ളൂ. എന്നാൽ പോലും വലിയ കാര്യമായില്ല. എല്ലാ വർഷത്തെ പോലെ ഇവട്ട് അങ്ങനെ മഴ പെയ്തില്ല മാം. ഇല്ല, കാലഘട്ടം മാറി അല്ലേ? അതെ, ചൂടുണ്ട്. മഴ ഒന്ന് മാറി അപ്പൊ തന്നെ ചൂടുണ്ട്. പണ്ട് സ്കൂളിൽ ഈ സമയത്ത് നല്ല മഴയായിരുന്നു അല്ലെ? നമ്മൾ തുറക്കുന്ന സമയം അത് രാവിലെയും വൈകുന്നേരം കറക്റ്റ് ആയിട്ട് നല്ലോണം പെയ്യുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ടൈമിലൊക്കെ ഒന്ന് കഴിക്കുന്ന സമയം. പിന്നെ വേറെ എന്താ വിശേഷം? മാം പ്രാക്ടിക്കൽ ക്ലാസ്. മാം പ്രാക്ടിക്കൽ എന്താ 27-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്.
അതില് 9:30 മുതൽ 4:30 4 മണി വരെ ഇരിക്കണം. അത് ഫുൾ ടൈം നമ്മൾ ഇരിക്കണോ? ഓഫ്ലൈൻ ആണോ? നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞോ? അതെ, ഓഫ്ലൈന്. എന്നാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? 27th ശനിയാഴ്ച. ഫുൾ ഡേ ആണ് കേട്ടോ. 9:30 to വൈകുന്നേരം അത്രയും ഉണ്ടല്ലോ. നിങ്ങൾക്ക് മെറ്റീരിയൽ എല്ലാം പഠിക്കണ്ടേ? അപ്പൊ പോരുന്ന കാര്യൊക്കെ പരിങ്ങല. മറ്റേ ഇങ്ങോട്ട് തിരിക്കണ ആ വണ്ടിന്റെ ഇതൊക്കെ നോക്കിയത്. അപ്പൊ ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് ഉച്ചക്കൊക്കെ പോരാൻ പറ്റുമോ? എവിടെയാണ് സ്ഥലം? എവിടെയാ? മലപ്പുറം. മലപ്പുറം. രാവിലെ പോരുമ്പോ വെളുപ്പിന് പോരേണ്ടി വരും അല്ലെ? 3:30 വന്നൊരു ട്രെയിൻ ഉണ്ട്. അതവിടെ 6:30 ആകുമ്പോ എത്തും എറണാകുളത്ത്. പിന്നെ ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ 1:40 1:30 ഒന്ന് ഇങ്ങോട്ടുണ്ട്. അതിന് പോരാൻ പറ്റുമെന്ന് അറിയാനാ. അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടാ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ലെന്നാണെങ്കിൽ ആ സമയത്ത് തിരിച്ചു പോരാം. വേറെ സമയം പറ്റില്ലെന്നാണെങ്കിൽ കേട്ടോ. ഒരു 2 മണിക്ക് എത്ര മണിക്കാണ് തിരിച്ച് ട്രെയിൻ എപ്പോഴാണ്? മാം 1:30 തോന്നുന്നുണ്ട്. ശരിക്കും നോക്കി ഹസ്ബൻഡ് എന്നാലും നോക്കിന് 1:30 തോന്നുന്നുണ്ട് പറഞ്ഞത്. ഇനി ശരിക്കും നോക്കിയിട്ട് അങ്ങനെ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ പോരാൻ പറ്റുമോന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാല്. നിങ്ങൾക്ക് ട്രെയിൻ ടൈം ഒക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് വേറെ ചെയ്യാനില്ലല്ലോ. ഉച്ചവരെയുള്ള പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യും കേട്ടോ. അതായിരിക്കും നല്ലത്. പ്രാക്ടിക്കൽ ഓൺലൈനിൽ ഉണ്ടാവില്ലേ? ഓൺലൈനിലുണ്ട്. ഓൺലൈനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കണ്ടേ? അറിയാത്തവരുണ്ടാവല്ലോ. അതുവേണ്ടിയാണ് ഓഫ്ലൈൻസ് വെക്കുന്നത്. എല്ലാ കുട്ടികളൊന്നും വരാറില്ല. പക്ഷെ എന്നാലും മാക്സിമം ഒരു 45-50 കുട്ടികൾ എത്തിപ്പെട്ടിട്ടുണ്ട് പല പല ബാച്ചിനായിട്ട്. അങ്ങനെ കുറവുള്ള കുട്ടികളുടെ ബാച്ചസ് നമ്മൾ ഒരുമിച്ച് എടുത്തു. അപ്പൊ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവുന്നു. മാം ആ ടൂൾസൊക്കെ അവിടെ വന്നിട്ടേ ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാനാണോ വിളിക്കുന്നത്? അതെ. എല്ലാം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും എന്നൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒട്ടും പറ്റാത്തവർ എത്തിപ്പെടണമെന്നില്ല കേട്ടോ. ഒട്ടും പറ്റാത്തവർ വരണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഓൺലൈനിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ടല്ലോ. അതിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രശ്നമില്ല. എന്നാലും ഞാനും വരുന്നില്ല മാം. കാസർഗോഡ് ഞാൻ വരുന്നില്ല. കാരണം ദൂരല്ലേ. വെള്ളിയാഴ്ച രാത്രി ഇവിടുന്ന് കയറണം. ശനിയാഴ്ച അവിടെ എത്തും. പിന്നെ അവിടുന്ന് തിരിച്ചത് ഇങ്ങോട്ട് വരുമ്പോ ഞായറാഴ്ച തിങ്കളാഴ്ച ലാഹോല്. അതുകൊണ്ട് എല്ലാവരും വരാറുണ്ടോ. പക്ഷെ എത്ര ദൂരത്താണെങ്കിലും ഇപ്പൊ കോൺവൊക്കേഷൻ ആണെങ്കിലും പ്രാക്ടിക്കൽസിന് എത്തിച്ചേരുന്നവരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ അതാണ് നമുക്ക് അതാണല്ലോ പ്രയോറിറ്റി കൊടുക്കുന്നത്. എങ്ങനെയാണോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. മാമിനെ കാണാൻ പറ്റുമോ വന്നാല്? പിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ ഡിഷൻസ് ഉണ്ടായിരിക്കും പ്രാക്ടിക്കല് കേട്ടോ. ഇതിന് വരാൻ പറ്റാത്തവർ എന്തായാലും കോൺവൊക്കേഷൻ വരും കേട്ടോ. ഇതിന് വരാൻ പറ്റാത്തവർ എന്തായാലും കോൺവൊക്കേഷൻ വരും. കോൺവെക്കേഷന് വരും. എന്തായാലും വരണമെന്നുണ്ട്. ഇപ്പൊ ഇതിന് മഴയല്ലേ, ദൂരമല്ലേ ട്രെയിനിന്റെ. കോൺവൊക്കേഷൻ എന്ന് പറയുമ്പോ നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുമ്പോൾ നന്നായിരിക്കും അല്ലേ? മാം ഇതിന് എന്റെ കൂടെ വരാൻ ആരുമില്ല. ഇതിന് വന്ന കോൺവെക്കേഷൻ ആരും വരില്ല. അപ്പൊ ഞാൻ കോൺവെക്കേഷന് വരാം. എവിടെ ഷൈനയുടെ വീട് എവിടെയാ? പാലക്കാട്. പാലക്കാടിന്റെ അടുത്താണ്. അവിടെ വന്നിട്ട് എത്തിപ്പെടാനാണ് മാം അറിയാത്തത്. ട്രെയിനിന് അതുവരെ വരാം. ഇവിടെ എത്തിപ്പെടാൻ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ ആലുവയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് പറവൂർക്ക് വരാം. പറവൂരിന്ന് പറവൂർ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പല്ല, ഒരു ഇച്ചിരി നീങ്ങുമ്പോ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന് മുകളിലേക്ക് ടോപ്പിലാണ്. ഇനിയിപ്പോ ഇവിടെ താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി. തലേ ദിവസം അറേഞ്ച് ചെയ്യണം. ഇവിടെ താമസിക്കാനായിട്ടുള്ള റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾ വന്ന് തലേ ദിവസം ഫാമിലി ആയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ഈ പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ മാം? എന്തുണ്ട് പ്രാക്ടിക്കലിന്റെ ഏത്? ഓഫ്ലൈൻ പ്രാക്ടിക്കലിന്റെ റെക്കോർഡ്സോ? ഇല്ല അല്ല, അതല്ല ഇപ്പൊ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. എന്റെ ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ മൺഡേ. അത് അവിടെ ക്യാമറയുടെ ഇഷ്യൂ വന്നത് പെട്ടെന്ന് ക്യാമറ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് അന്ന് മൺഡേത്തെ ക്ലാസ് മാറ്റിയത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ അത്യാവശ്യം കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നു. 60 കുട്ടികൾ കയറിയിരുന്നു. അത് സെൻസോറിയൽ ഏരിയയിലെ മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ. 14 മെറ്റീരിയൽസുകളുണ്ട്. അതിൽ കുറച്ച് മെറ്റീരിയൽസ് എന്താ ഷൂട്ടിങ്സ് കാണിച്ചു തോന്നുന്നു അല്ലെ?
ലാംഗ്വേജ് ഏരിയയും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലും മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ? ഓക്കെ. ഈ കഴിഞ്ഞ ക്ലാസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മളെ ഗ്രൂപ്പ് ഇതിൽ വന്നിട്ടുണ്ട്, റെക്കോർഡ് ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഷൈമ കണ്ടില്ലേ? ഇല്ല, എന്റെ കിട്ടിയില്ല. ഒരു മിനിറ്റ് കേട്ടോ. ക്ലാസ് റൂമിൽ ഉണ്ടടാ, ക്ലാസ് റൂമിൽ ഉണ്ട്. 2 റെക്കോർഡ് ഉണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ കണ്ടു, ബാക്കിയൊന്നും ഞാൻ കണ്ടില്ല. 3 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പിലെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ 3 ലിങ്കും. ഓക്കെ, താങ്ക് യുടാ. റെക്കോർഡ് കൊണ്ടുവരണമെന്ന് ചോദിച്ചതുമില്ലല്ലേ മാമിനോട്? എല്ലാം കംപ്ലീറ്റ് ആയോ? കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ കോൺവെക്കേഷന് പോകുമ്പോ എല്ലാം തൂക്കി പിടിച്ച് കൊണ്ടുപോകും, റെക്കോർഡും എല്ലാം. ഇപ്പൊ എന്തായാലും വരുന്നില്ല. പിങ്ക് ടവർ ഉണ്ടാക്കി ആരെങ്കിലും? ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കി. ഹലോ, എന്തുണ്ടാക്കി ആരോട് പറഞ്ഞേ? പിങ്ക് 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 ഡൗൺ. നമ്മൾ എന്താ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് പാർട്ട് 4 ആണല്ലോ, അല്ലെങ്കിൽ വിച്ച് വൺ സ്കൂൾ മാനേജ്മെന്റ് തുടങ്ങിയായിരുന്നില്ലേ? തുടങ്ങിയിരുന്നു സർ. ഇവിടെ വരെ പറഞ്ഞോ? അപ്പൊ പോയിന്റ്സ് ഒക്കെ എടുത്തു മാം. പോയിന്റ്സ് മാത്രം പറഞ്ഞോളൂ അല്ലെ? അതായത് സ്കൂൾ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നുള്ളതാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് മുതൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. Generally, one of the standard teachers is given power by the school to have control over the day-to-day transaction of the school. That does not mean that other teachers should define themselves within the classroom level without taking part in any of the school work. Okay. ഇനി നമ്മള് കുറച്ച് ടീച്ചേഴ്സിന് മാത്രമാണ് കുറച്ച് സ്കൂൾസിന്റെ വർക്ക്സ് അല്ലെങ്കിൽ ഓഫീസ് വർക്ക്സുകൾ കൊടുക്കുന്നത്. നമ്മള് കുറച്ച് ടീച്ചേഴ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. മറ്റുള്ളവരെ മറ്റു ക്ലാസ്സിലൊക്കെ ഇങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കുക. എല്ലാവർക്കും ഒരേപോലെ വീതിച്ച് തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ചെയ്തവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് തന്നെയല്ല ചെയ്യുന്നത്. അവർക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്ത് തന്നെയായിരിക്കും ചെയ്യുന്നത്. എല്ലാ വർക്ക്സും എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ മാറി മാറി കൊടുക്കും അല്ലെ? ഇനി അവർക്ക് ആ സ്കൂൾ ക്ലാസ് റൂം ലെവൽ, ക്ലാസ് റൂം മാനേജ്മെന്റ് മാത്രമല്ല, അതിൽ മാത്രം ഒതുങ്ങി നിർത്തുന്നതല്ല, ബാക്കിയുള്ള സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന, ഓഫീസ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളിലും എന്താണ് ഓൾ ഓവർ കൺട്രോൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം യൂണിഫോം കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചേഴ്സ് മാത്രം എല്ലാ കാലത്തും യൂണിഫോമിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? പിന്നത്തെ വർഷം പിന്നെ വേറെ വേറെ ടീച്ചേഴ്സിനായിരിക്കും കൊടുക്കുന്നത്. അപ്പം
എല്ലാ ടീച്ചേഴ്സിനും എന്ത് അറിയാൻ സാധിക്കാം, സ്കൂളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതെല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി every teacher should share the work of the school management and make it as a team work. എല്ലാ ടീച്ചേഴ്സും അവരുടെ ജോലികൾ അവർ എങ്ങനെയായിരിക്കണം ചെയ്തു തീർക്കേണ്ടത്? എങ്ങനെയായിരിക്കണം? ടീം വർക്ക് എന്നൊരു സ്പിരിറ്റോട് കൂടി ആയിരിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരിക്കും, എന്നിരുന്നാൽ പോലും സ്കൂളിലെ ഹോൾ വർക്കാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ അപ്പൊ അത്തരം സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ടീച്ചേഴ്സും അതിനെ ഒരു കോറിലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു സ്കൂൾ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ടീം വർക്ക് എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ ടീച്ചേഴ്സ് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അക്കാദമിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളോ സ്കൂൾ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും മറ്റേ നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ അവിടെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പാടില്ല, അല്ലെ? അപ്പൊ അവിടെ എപ്പോഴും ഒരു ടീം കോർപ്പറേഷൻ, അല്ലെ, ടീച്ചേഴ്സ് തമ്മിലുള്ള കോർപ്പറേഷൻ എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. ഓക്കെ, sharing of the work can be assessed by the management or by the voluntary interesting among the teachers. When a school is running with a good name, everyone take the credit of saying it's my school. So everyone should work the feeling our school. Okay, അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടായി അല്ലെ? ഇന്റേൺഷിപ്പിന് പോയ കുട്ടികളില്ലേ ഇതില്? പോയിട്ടുണ്ടോ? അത് പോയിട്ടില്ലേ? നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം സ്കൂളിൽ പോകുന്നവരില്ലേ? നിങ്ങള് ആദ്യമായിട്ട് പോകുന്നവരില്ലേ ഇതില്? ഉണ്ടോ? അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണോ? കുറച്ചുപേരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ട് പോകുന്നവരുണ്ട്. ഓക്കെ, നമ്മൾ ആ സ്കൂളിനെ നമ്മൾ എന്തായിട്ടാണ് കാണേണ്ടത്? നമ്മുടെ സ്വന്തം സ്കൂളിൽ സ്കൂളാണ്. ഞാൻ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് നിലനിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മളോട് വർക്ക് ചെയ്യുന്നത്, അല്ലെ? എല്ലാവരും, അതായത് ആ ഒരു സ്കൂൾ എന്നൊരു ഫീലിംഗ് നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്, അല്ലെ? മാത്രമല്ല അത് അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ സ്കൂൾ എൻ്റയർ ടീമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? അതായത് ആ ഒരു കോപ്പറേഷൻ എപ്പോഴും നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്വന്തം സ്കൂളാണെന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ? യെസ്, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് മൈ സ്കൂൾ എന്നുള്ള രീതിയിൽ ഒരു ക്രെഡിറ്റ് എപ്പോഴും നമ്മുടെ സ്കൂളിനോട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കടപ്പാട്, അല്ലെ? സ്കൂളുമായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മള് അതൊരു സ്ട്രക്ചറാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞത്. അത് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് അതിനോട് തന്നെ ഒരു അറ്റാച്ച്മെന്റ്, ആ സ്കൂളുമായിട്ടൊരു ആത്മബന്ധം വരും. ഓക്കെ, അത് നമ്മൾ പക്ഷെ തിരിച്ചറിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ റിട്ടയർമെന്റ് ടൈം ഒക്കെ എത്തില്ലേക്ക്. റിട്ടയർമെന്റ് ടൈം എത്തുന്ന സമയത്താണ് ആ സ്കൂള് നമ്മുടെ ഇത്രയും വലിയൊരു ഭാഗമായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷെ അതിനിടയിൽ വെച്ച് അത് പിരിഞ്ഞു പോണേക്കുമ്പോൾ ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലായി തുടങ്ങും. അതായത് നമ്മുടെ സ്കൂളുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ ക്ലാസ് മുറികളായിരിക്കും നമ്മളെ പിടിച്ചെടുക്കുന്നത്, അല്ലെ? ചില ക്ലാസ് റൂമുകൾ നമ്മളുടെ ഇപ്പോഴും മനസ്സിലേക്ക് നമ്മൾ പഠിച്ച സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില ക്ലാസ് റൂമുകൾ ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ മണം പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സ്മെല്ല്, ക്ലാസ് റൂമിൽ അടക്കമുള്ള സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറില്ലേ? യെസ്, അല്ലെങ്കിൽ ആ ഫോർവേഡ് സ്കൂളിനെ തന്നെ അതായത് സ്കൂൾ ഇഷ്ടപ്പെടുന്നവരെ, സ്കൂളിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെ അങ്ങനെയുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മൈ സ്കൂൾ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് അത് ഉള്ളിൽ നിന്ന് നാച്ചുറൽ ഫീലിംഗ് ആണ്. ഒരിക്കലും അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്ന കാര്യമല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ അത്രത്തോളം അവിടെ സിൻസിയർ ആയിട്ട് പ്രവർത്തിക്കാന്ന് കൂടി അവിടെ ഉണ്ടല്ലോ. നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് ആ സ്കൂളിൽ ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് അതുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കൂൾ അല്ലെങ്കിൽ ഇറ്റ്സ് മൈ സ്കൂൾ എന്ന രീതിയിൽ ആ ടീച്ചേഴ്സ് എന്റെ സ്കൂളിൽ എങ്ങനെയാണോ നമ്മളങ്ങനെ മാറി വെച്ച് ഇങ്ങനെ പറയാറില്ല പല കാര്യങ്ങളും. അതെന്താണ്? ആ സ്കൂളിനോടുള്ള അത്രത്തോളം ഇഷ്ടവും ആ ഒരു കടപ്പാടും ആ ഉത്തരവാദിത്ത ബോധത്വം കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് റിയൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലെ? ആർട്ടിഫിഷ്യൽ വരുന്നതല്ല, റിയൽ ആയിട്ട് വരുന്നതാണ്. യെസ്, most teachers are appointed for classwork subject. So the first main duty of the teacher is to carry out the class, that is known as classroom management. ഇനി ഓരോ ടീച്ചേഴ്സിന് എന്താണ്, ചില ടീച്ചേഴ്സിന് ഓരോ സബ്ജക്റ്റിനായിരിക്കും അലോട്ട് ചെയ്യുന്നത്, അല്ലെ? ചില ടീച്ചേഴ്സിന് എന്ത് കൊടുക്കും? ക്ലാസ് റൂം ഡ്യൂട്ടി ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയല്ലേ കൊടുക്കാറ് നമ്മള്? അങ്ങനെയല്ലേ? യെസ്, ഒരുന്നില്ല ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് നമ്മൾ സബ്ജക്ട് കൊടുക്കും, ചിലർക്ക് എന്താണ്, ചില ടീച്ചേഴ്സിന് മാത്രമാണ് സബ്ജക്ട് കൊടുക്കും, സബ്ജക്ട് ടീച്ചേഴ്സ് ഉണ്ടാവാം. അതേപോലെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പൊ ഈ രണ്ട് സബ്ജക്റ്റും ക്ലാസ്സും കൈകാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ടീച്ചറിനെ കൃത്യമായിട്ടൊരു ക്ലാസ് കൊടുക്കുന്നത് ഹോൾ ക്ലാസ്സിന്റെ കൺട്രോൾ ആരായിരിക്കും, അധ്യാപിക തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Every teacher should take care to maintain discipline everywhere. Even when she is walking on footpath and she happens to see students making quarrels, threatening others, speaking rubbish, she can call them and after making minimum inquiries, dispose of them without punishment. അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിനല്ലാതെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ക്ലാസ് റൂമിനകത്തും പുറത്തും നമ്മൾ നിലനിർത്തുന്ന ഒരു കാര്യമുണ്ട്, ഡിസിപ്ലിൻ അല്ലെ, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. അതായത് ഡിസിപ്ലിൻ എന്താണ്, അച്ചടക്ക പരിപാലനം അല്ലെ. അച്ചടക്കം നിലനിർത്താൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിനകത്തും പുറത്തും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചറിന്റെ ഒരു ക്ലാസ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് സ്കൂളിന്റെ പരിസരത്തൊന്നും നിങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുന്നു. എനിക്ക് എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യം ഞാൻ ഇടപെടില്ല, അങ്ങനെയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഫുട്പാത്തിലെ കുട്ടികൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ വരാന്ത കോറിഡോർസിലൊക്കെ എന്താണ് കുട്ടികളെ പല രീതിയിലൊക്കെ നടക്കാറുണ്ട്, മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ ഭീഷണിപ്പെടുത്താറുണ്ട്, റബ്ബിഷായിട്ടുള്ള വർത്തമാനങ്ങൾ അല്ലെ, മോശമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെവിട്ടിലത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പണിഷ്മെന്റ് എടുക്കില്ല. കാര്യം പറഞ്ഞിട്ട് പണിഷ്മെന്റ് എടുക്കണം അല്ലെ. മോശമായിട്ടുള്ള ആണെങ്കിൽ അല്ല വേണ്ടത്, എന്തിനാണ് നീ എന്ന് പറഞ്ഞത് ചോദിക്കണം അല്ലെ. അത് ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്, കുട്ടി എന്താണ് ആളുടെ പേരാണെങ്കിൽ പേര് വിളിക്കുക അല്ലെ, പേര് വിളിച്ച് സംസാരിക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്, കുട്ടിയുടെ പേര് വിളിക്കുക, അല്ലെങ്കിൽ മോനോ മോളോ അതില് അങ്ങനെ ഏതെങ്കിലും പേര് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതം അല്ലെ. യെസ്, വിഷ്ണു എന്താണ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് പറഞ്ഞത്? ചിലപ്പോ അതിന് പിന്നിൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവാം, നമ്മൾ പെട്ടെന്ന് പണിഷ്മെന്റ് കൊടുക്കരുത് കേട്ടോ. എന്താണ്, ചിലപ്പോ നമ്മൾ കാണാതെ അതിന് മുൻപ് അവൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ ചെയ്തത്. അത് സത്യമായിരിക്കും. പല സന്ദർഭങ്ങളിൽ അധ്യാപകർ അത് നോക്കാണ്ട് ആദ്യം തന്നെ നമ്മൾ എന്താണ് മാറ്റിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കും അല്ലെ. കൊടുത്തതിന് ശേഷം കാരണം ഒക്കെ അന്വേഷിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എന്താ ചെയ്യേണ്ടത്, രണ്ടുപേരും വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുക. താരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റാവുന്നെങ്കിൽ ഒരു സോറി അങ്ങോട്ടും പറഞ്ഞിട്ട് അതിനെ കോംപ്രമൈസ് ചെയ്ത് വിടാനില്ല. ഓക്കെ, ഇനി ഒട്ടും പറഞ്ഞിട്ട് കേൾക്കണമെങ്കിൽ ഒരു തല്ല് കൊടുക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. പണിഷ്മെന്റ് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. പണിഷ്മെന്റ് എന്ന് പറയാൻ തല്ല് മാത്രമല്ല, നമ്മൾ ശകാരിക്കുന്നത് പണിഷ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, ഒരു പോസിറ്റീവ് കൊടുക്കുക, അതൊക്കെ ഒരു പണിഷ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് തല്ല് പിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളാവുക. പക്ഷെ ഒരു അടിയൊക്കെ കൊടുക്കുക അല്ലെ, ഒരു അടിയൊക്കെ ടീച്ചർമാർക്ക് കൊടുക്കുക, അങ്ങനെ നന്നാവുള്ളൂ. ഒരു പേടി വേണം എപ്പോഴും. ഞാൻ നല്ലോണം തല്ലിയിട്ടുണ്ട്, ഞാൻ തല്ലിയിട്ടുണ്ട് പിള്ളേരെ ഒരു സമയത്തൊക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട്, പുറം വഴി കൊടുക്കുന്നത്. അതേപോലെയാണ് പ്രവർത്തനങ്ങൾ. അപ്പൊ എങ്ങനെ കൊടുക്കാതിരിക്കും? പക്ഷെ തല്ലിയിട്ട് വല്ല പേടിയുണ്ടോ? ഒരു പേടിയില്ല, ഒരു പേടിയില്ലാത്ത പിള്ളേരാണ് ചില ആൺകുട്ടികൾ, അങ്ങനെയാണ്. യെസ്, അപ്പൊ അങ്ങനെയുള്ള ഡിസിപ്ലിൻ മെയിൻ ചെയ്തത് ക്ലാസ് റൂമിനകത്തും പുറത്തും ടീച്ചേഴ്സ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, then when she's collecting a student hasting before the tab or before any room or somewhere, she should order them to form queue. Queue എന്നല്ല, ക്യൂ എന്നാണ്, ക്യൂ നിൽക്കുക, വരിയായി നിൽക്കാന്നുള്ളതാണ്. നമ്മള് ചില സന്ദർഭങ്ങളിൽ കുട്ടികൾ ഇങ്ങനെ കൈ കഴുകാനൊക്കെ ടാപ്പിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ കറക്റ്റ് ഓർഡറിലൊന്നും ആയിരിക്കില്ല നിൽക്കുന്നത് അല്ലെ. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാറുണ്ട്. പാത്രം കഴുകാനോ കൈ കഴുകാനൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ എന്താണ്, അവിടെയൊക്കെ ഡിസിപ്ലിൻ അല്ല അല്ലെ, ഡിസിപ്ലിൻ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ ഒരു വരിയായിട്ട് നിർത്തിയതിനു ശേഷം ക്യൂ ആക്കി നിർത്തിയതിനു ശേഷം എന്താണ് ഓരോരുത്തർക്കും ടാപ്പ് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികൾ ഇപ്പോ ഈ ഇന്റർവൽ ടൈമിലൊക്കെ എന്താണ് കറക്റ്റ് ഓർഡറൊന്നും ആയിരിക്കില്ല ചില ടോയ്ലറ്റ്സിലാണെങ്കിലും വാഷ്റൂംസിലൊക്കെ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ കൈ കഴുകാനൊക്കെ എത്തിച്ചേരുന്നത്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുക. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ അത്യാവശ്യമാണ്. കാരണം ഇവരെ കൂട്ടം കൂടി വരുന്ന സമയത്താണ് പലരും ഇടിയിട്ട് വീഴാനുള്ള പല ഡിഫിക്കൽട്ടീസ് ഒക്കെ സംഭവിക്കുന്നത്. എപ്പോഴും ഒരു ടാപ്പിന് മുമ്പിൽ എന്താണ് എപ്പോഴും ഒരു ക്യൂ പാലിക്കുന്ന രീതിയിൽ ബോർഡേഴ്സ് ഒക്കെ കൊടുക്കുക, ബോർഡർ കൊടുക്കുക, എന്താണ് അല്ലെങ്കിൽ സൈൻ കൊടുക്കുക, എല്ലാവരും ക്യൂ പാലിക്കുക എന്താണെന്നുള്ള രീതിയിലുള്ള സിഗ്നൽസോ അല്ലെങ്കിൽ വാൾ മൗണ്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ പോസ്റ്റർ ഒട്ടിക്കുക. അപ്പൊ അതൊക്കെ കുട്ടികൾ പാലിച്ചു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിന് വേണ്ടി ഇൻസ്ട്രക്ട് കൊടുക്കുക. അതൊക്കെ എന്താണ് ഡിസിപ്ലിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പാലിച്ചിരുന്നത് കൈകളൊക്കെ കഴുകുന്നത് ഭാഷ ചെയ്യുന്നത്. When she's even when the prayer is going on, നിങ്ങൾ ഇതൊക്കെ വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല.
Even when the prayers is going on, 1 or 2 teachers should take charge of going around the school to check the persons, encourage the students hiding in the classes, and those who are acting time near the source and near latrine and urinals. This practice they should do even while the functions and meetings are going on. നമ്മൾ ഈ പ്രേയർ ഒക്കെ നടക്കുന്ന സമയത്ത്, നമ്മൾ അസംബ്ലി ഒക്കെ നടക്കുന്ന സമയത്ത് ചില കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഉണ്ട് മാം. പ്രേയർ നടക്കുമ്പോഴും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ വരി വരിയായിട്ട് നിൽക്കുകയാണല്ലോ അല്ലെ. യെസ്, അങ്ങനെ പ്രേയർ ഒക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും ടീച്ചേഴ്സ് അവിടെ കുട്ടികളുടെ ഇടയിൽ ഇൻചാർജ് വഹിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് പ്രേയർ എന്ന് പറയുമ്പോഴേക്കും സൈലന്റ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. സൈലന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം പ്രേയർ ടൈമിൽ വേണ്ടത്. അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി 2 ടീച്ചേഴ്സ് എപ്പോഴും എന്താണ്, ഒന്നോ അതിൽ കൂടുതൽ ടീച്ചേഴ്സ് എപ്പോഴും അവരെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ചില കുട്ടികളൊക്കെ നമ്മള് ചില സന്ദർഭങ്ങളിൽ ബാത്റൂമിന്റെ അവിടെ നിൽക്കുക അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇതിലൊക്കെ ഒരു ഒളിച്ചിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ. ഇപ്പൊ പ്രേയർ നടക്കുന്ന സമയത്ത്, അസംബ്ലി നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ക്ലാസ് റൂമിലായിരിക്കും, പോകുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ ഡെസ്കിന്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. ആ ക്യൂവില് അവര് അസംബ്ലി സമയത്ത് ക്ലാസ് റൂം ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ് റൂമും ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ചില കുട്ടികൾ എന്താണ് യൂറിനൽസിന്റെ ബാത്റൂംസിന്റെ ഒക്കെ അവിടെ ഒടിച്ചിരുന്ന എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരായിട്ട് പ്രത്യേകിച്ച് അസംബ്ലിയിൽ നടക്കുന്ന സമയത്താണ് ഇവന്മാരെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇവന്മാരെന്ന് മാത്രമല്ല, ഇപ്പൊ ഇവന്മാരെന്ന് പറയാം അല്ലെ. പെൺകുട്ടികൾ ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസോ അല്ലെങ്കിൽ അസംബ്ലി പോലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുന്ന അല്ലെങ്കിൽ ടീച്ചർക്ക് എന്തായാലും ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കൃത്യമായിട്ട് വാച്ച് ചെയ്തിരിക്കും അല്ലെ. അവരെവിടേക്ക് പോകുന്നുണ്ട്, എവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾക്ക് ശരിക്കും അധ്യാപകർക്ക് ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് ചുറ്റും നമുക്ക് കണ്ണുണ്ടാവും എന്ന് പറയുന്നത്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തലയ്ക്ക് ചുറ്റും 2 കണ്ണിന്റെ ആവശ്യമൊക്കെ കുറവാണ്. 2 കണ്ണ് ഒന്നും കാണാൻ പറ്റില്ല. തലയ്ക്ക് ചുറ്റും അധ്യാപകർക്ക് കണ്ണുണ്ടായിരിക്കും എന്ന് പറയുന്നത്. കാരണം എന്താണ്, കുട്ടികളുടെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്. എപ്പോ എന്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എപ്പോഴും നമ്മൾ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലായിരിക്കണം അധ്യാപകൻ ഉണ്ടായിരിക്കുന്നത്. എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. When students taking lunch in a common place, few teachers should take the chance of managerial. They should impose discipline, the table manners, cleanness, silence, etc. ഇനി നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിക്ക സ്കൂളുകളിൽ ഇപ്പൊ അധ്യാപകർ കുട്ടികളുടെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെയല്ലേ? അതെ അതെ, അങ്ങനെ. യെസ്, എന്തിനു വേണ്ടിയാണ് നമ്മുടെ ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നത്? ടീച്ചേഴ്സ് ആദ്യം ഭക്ഷണം കഴിക്കുകയാണോ? ഇല്ല, കുട്ടികൾക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കും അല്ലെ. ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത് അവരെ കൺവീനിയന്റ് ആക്കി ഇരുത്തി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇത് കഴിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും ടീച്ചർ പോയി കഴിക്കുന്നത് അല്ലെ. അങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത്. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾ മുഴുവനും കഴിപ്പിക്കും അല്ലെ. ഭക്ഷണം മുഴുവൻ കഴിപ്പിച്ചു നല്ലോണം. അത്ര ആത്മാർത്ഥമുള്ള ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്, കുട്ടികൾ മുഴുവൻ കഴിച്ച് തീരുന്നതൊക്കെ വെയിറ്റ് ചെയ്യും. ചിലർക്ക് വാരി കൊടുക്കും അല്ലെ. അതൊക്കെ ഒരിക്കലും ഒരു മോശമുള്ള കാര്യം ഒന്നല്ല കേട്ടോ. വാരി കൊടുത്ത് വെച്ചിട്ട് ഒരു ദിവസം, എല്ലാ ദിവസവും അല്ല, എല്ലാ ദിവസവും അല്ല പറയുന്നത്, വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് അത് ഭക്ഷണമൊക്കെ വാരി കൊടുത്തു എന്ന് വിചാരിച്ചൊന്നുമല്ല. നിങ്ങളൊരു സെക്കൻഡ് മദറാണല്ലോ അവരുടെ മുന്നില്. അപ്പൊ അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മളോട് അത്ര ഇഷ്ടം കൂടുന്നുള്ളൂ അല്ലെ. പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കറികളൊക്കെ തുറന്നു കൊടുക്കുക, അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു ക്ലീൻനെസ് എപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ. എങ്ങനെയായിരിക്കും, ഇപ്പൊ നമ്മൾക്കറിയാം ലഞ്ച് ബോക്സ് നമ്മള് ഒരു ടവലിൽ പൊതിഞ്ഞാണ് കൊടുക്കുന്നത് അല്ലെ. ടവലിൽ പൊതിഞ്ഞാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. അതിന് താഴേക്ക് വീഴാത്ത രീതിയിൽ കഴിക്കാനായിട്ട് പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നത് നല്ലത് ടീച്ചേഴ്സ് അവിടെ പറഞ്ഞ് നന്നായിട്ട് കൊടുക്കും അല്ലെ. അതിനനുസരിച്ച് കൃത്യമായിട്ട് തുറക്കും, കഴിക്കും. വേസ്റ്റ് മെറ്റീരിയൽ എവിടെയാണ് ഇടുന്ന വെച്ചാൽ വേസ്റ്റ്സ് അവിടെ ഇടും. വെള്ളം അങ്ങനെ കുടിക്കേണ്ടത്, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുന്ന കുട്ടികളുണ്ട്. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പിന്നെ അടുത്തിരിക്കുന്നവർക്ക് ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടേബിൾ മാനേഴ്സ് എന്നാണ്. പിന്നെ ഭക്ഷണങ്ങൾ അവിടെ ഇവിടെ തുപ്പിയിടുന്ന കുട്ടികളുണ്ട് അല്ലെ. വെള്ളമൊക്കെ വായിൽ നിറച്ചിട്ട് ഇങ്ങനെ തുപ്പി കളിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സൈലൻസ് നിലനിർത്തുന്ന രീതിയിലായിരിക്കണം അത് ലഞ്ച് ടൈം വരുന്നത് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കരുതെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന്. ഭക്ഷണം
തരിപ്പ് കയറാണ്ടിരിക്കാൻ. ഓക്കെ. പക്ഷെ ഭക്ഷണത്തിന് നമ്മള് അന്നം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട്. ദൈവത്തിനെ പോലെ തന്നെ ഭക്ഷണത്തെ കാണുന്ന ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കരുത്. പിന്നെ മറ്റതും ഒരു കാരണമാണല്ലോ, ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തെരുപ്പേ കയറും. അപ്പൊ പിന്നെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും എന്താണ്, സ്കൂൾ ടൈമിൽ നമ്മൾ എപ്പോഴും കുട്ടികളെ കൊണ്ട് ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കണം. കുട്ടികളൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ നിർത്തണം. എപ്പോഴും ക്ലീൻനെസ് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ചിട്ടവട്ടങ്ങൾ ഉണ്ടല്ലേ. കുട്ടികളാണെങ്കിൽ പോലും ആ ശീലം ചെറുപ്പത്തിലേ പഠിച്ചാൽ പിന്നെ അവർ അതിനെ ഫോളോ ചെയ്യും. എങ്ങനെയാണ് എടുത്ത് കഴിക്കേണ്ടത്, ഭക്ഷണം എടുക്കേണ്ടത്, കറികൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവർ അതിനെ ഫോളോ ചെയ്യും. ആ സ്ട്രക്ചർ ഒരിക്കലും മാറില്ല. പഠിച്ച സ്കൂളിൽ മാം ഷൂ ഇല്ലേ, ഷൂ അഴിച്ച് അങ്ങനെ കഴിക്കും. ഷൂ അത് പറഞ്ഞു തരാറുണ്ട് സ്കൂളില്. അത് റെസ്പെക്റ്റ് ആണ്, ഭക്ഷണത്തോടുള്ള റെസ്പെക്റ്റ് ആണ് കാണിക്കുന്നത്. അതെ, ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ. ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ അല്ല ഫുൾ ടൈം നമ്മൾ ചെക്ക് ചെയ്യില്ല. അത് പുറത്തൊക്കെ ഇട്ടാണ് അകത്തോട്ട് കയറുന്നത്, അല്ല അകത്ത് ആരും ചെറുപ്പ് യൂസ് ചെയ്യില്ല. Okay. Then few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer, and few teachers in the stoppage of the day at least from 15 minutes the long bell and half an hour after the long bell to check the discipline. ഇനി ചില ടീച്ചേഴ്സ് നമ്മുടെ ഗേറ്റ് ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട് അല്ലെ. ഗേറ്റ് ഡ്യൂട്ടീസ് കൊടുക്കുന്നത് എന്തിനാണ്? രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ടീച്ചേഴ്സിന് ഗേറ്റ് ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട്. ഗേറ്റിംഗ് ചാർജ്. എന്തിനാണ് ഗേറ്റ് ചാർജ് കൊടുക്കുന്നത്? കുട്ടികൾ കയറുന്നത് ഇറങ്ങുന്നത് ചെക്ക് ചെയ്യും. കുട്ടികൾ കറക്റ്റ് ടൈമില് അല്ല, പ്രത്യേകിച്ച് മോർണിംഗിൽ നമുക്കറിയാം ഒരു പ്രയറിന് മുൻപായിട്ട് തന്നെ എന്താണ് എല്ലാവരും അത് സ്കൂളിനകത്തേക്ക് ആ ഒരു കൃത്യ ടൈമിൽ തന്നെ കയറേണ്ടതുണ്ട്. കൃത്യമായിട്ട് കയറുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ചില കുട്ടികൾ ഗേറ്റ് തന്നെയൊക്കെ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് എന്താണ് ഗേറ്റിന്റെ അവിടെ ഓടി കളിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്, പുറത്തേക്ക് പോകുന്നവരുണ്ട്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറെ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ചെയ്യാന്നുള്ളതും ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. വാച്ചർ ഉണ്ടെങ്കിൽ പോലും തന്നെ എന്താണ് ചില ടീച്ചേഴ്സിന് ആ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്കറിയാം പ്രയർ അടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലോങ് ബെൽ ഉണ്ട് അല്ലെ. Please from 15 minutes a long bell and half an hour after the long bell to check the discipline. നമ്മൾ ലോങ് ബെൽ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം 15 മിനിറ്റ്സിന് മുമ്പ് ലോങ് ബെൽ അടിക്കുന്നതിനാണ്. എന്തോ റെഡി ആയിട്ട് നിൽക്കാൻ. എന്ത് റെഡി ആയിട്ട് നിൽക്കാൻ? പ്രയറിന് റെഡി ആവുന്നതിന് വേണ്ടി നമ്മൾ ലോങ് ബെൽ അടിക്കാറുണ്ട്. ഓക്കെ. യെസ്. അപ്പോ നിങ്ങൾ ഒരിക്കലേ ഞാൻ പറയുന്നത് ഇപ്പൊ ഗേറ്റ് നമുക്ക് ടീച്ചർമാർക്ക് എല്ലാത്തിനും എല്ലാ ഡ്യൂട്ടീസും തരാറുണ്ട്. അപ്പൊ ഗേറ്റ് ഡ്യൂട്ടി ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ അതൊരിക്കലും അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലാന്ന രീതിയിൽ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഗേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. കുട്ടികളെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ടീച്ചേഴ്സിനാണ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങളത് ചെയ്യില്ല എന്ന് പറയരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് പറയാം MT6 ബാച്ചില് ഇതിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാംസ് വന്നപ്പോ അത് ഞാൻ 2-3 ടോപ്പിക് അവർക്ക് സെമിനാർ എടുക്കാൻ കൊടുത്തു. അപ്പൊ ഞാനൊരു കുട്ടിക്ക് ആൾക്ക് ഗേറ്റ് ഡ്യൂട്ടിയുടെ ഒരു ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഞാനിത് ചെയ്യൂല, എന്നോട് ക്ലാസ്സിൽ പറയാനില്ല. ടീച്ചറെ ഞാനിത് ചെയ്യൂല, ഞാൻ സെമിനാർ എടുക്കില്ല. എന്താണ് എനിക്ക് ഗേറ്റിന്റെ അവിടെ പോയി ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്നോട് പറയണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഗേറ്റ് ഡ്യൂട്ടി ചെയ്യാനാണോ ഞാൻ ഇത്രയും പഠിച്ചത് എന്നോട് ചോദിക്കാൻ കാരണം. ഞാനപ്പോ ഈ സെമിനാർ ഞാൻ എടുക്കൂലെന്നോ. പേരെന്താണ് ആ കുട്ടിയുടെ? സഫിയ എന്നാണ് പേര്. 26-ലെ. ഞാൻ ചെയ്യില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു കുട്ടിയാണ്. ടീച്ചറെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ വേറൊരു ദിവ്യാന്നുള്ള കുട്ടിയാണ്. ഇതൊക്കെയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് കിട്ടാം. ടീച്ചറെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ദിവ്യായിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം. ഒരു ഹോൾ സ്കൂളിനെ കൺട്രോൾ ചെയ്യാനും ഡിസിപ്ലിൻ നിലനിർത്താനായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ഒരേപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ഡ്യൂട്ടി ഒന്നും ഞാനത് മസ്റ്റായിട്ട് ചെയ്യും. അതെനിക്ക് സെമിനാർ എടുക്കുന്നതിൽ ഒരു വിരോധമില്ല. പക്ഷെ ആ കുട്ടിയുടെ അഭിപ്രായം ഉണ്ടോ? രണ്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മറ്റേ ആൾ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യമില്ല, സെമിനാർ ഒന്ന് പ്രസന്റ് ചെയ്യാനേ പറഞ്ഞോളൂ, അയാൾ ചെയ്തില്ല. ഇതായിരുന്നു ടോപ്പിക്. അച്ഛനായിട്ടോ ഇതിലല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിലാണ് തോന്നുന്നത്. അതെ, ഈ ടോപ്പിക് ഗേറ്റ് ഡ്യൂട്ടി.
ഫിഫ്ത് ടോപ്പിക് കേൾക്കൂട്ടി ടോപ്പിക് ചെയ്യൂല. എന്ത് പറയാനും സത്യം പറഞ്ഞ ആൾക്കൊരു കോമൺ സെൻസ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കിക്കോട്ടെ, സ്കൂളിൽ ചെന്ന് തന്നെ ഏറ്റവും സെറ്റ് കാര്യം ആൾക്ക് കിട്ടുമ്പോ പഠിച്ചോ. അല്ലാണ്ട് എന്ത് പറയാനാണ്. അങ്ങനെയും ഉണ്ട് ചില കുട്ടികള്. അതും ഞാൻ ചോദിച്ചു പാർട്ട് 4 എത്തിയിട്ടും തനിക്ക് ടീച്ചിങ്ങില് ആ ഒരു ബിഹേവിയറിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല കേട്ടോ. സത്യ ആൾ ഇച്ചിരി കുറുമ്പിയാണ്, സംസാരമൊക്കെ അങ്ങനെയാണ് കേട്ടോ. എങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലും നമ്മളിങ്ങനെ ഭയങ്കര സംശയമാണ്, ഇങ്ങനെയും ചോദിച്ചുകൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത അനാവശ്യ സംശയങ്ങളാണ് ആ കുട്ടിക്കുള്ളത്. അത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. അല്ലേ? ഓക്കെ. അപ്പൊ കേൾക്കൂട്ടി കിട്ടിയാൽ ചെയ്യാതിരിക്കും നിങ്ങളാണ്. പിന്നെ എന്താണ്, നമ്മുടെ സ്കൂളാണ്, നമ്മുടെ കുട്ടികളെ നോക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഗേറ്റെന്നോ പടിവാദത്തിലെന്നോ ഒന്നുമില്ല കേട്ടോ. ഒരിക്കലും ഒരു കുറവായിട്ട് അങ്ങനെയൊന്നും കാണരുത് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചിലപ്പോ ഫ്രൈഡേ നിങ്ങൾക്ക് രണ്ടുപേരും ഇപ്പൊ ആദ്യമായിരിക്കും 5 മണിക്കായിരിക്കുള്ളൂ എന്താ കേൾക്കൂട്ടി. പിന്നെ അടുത്ത ദിവസങ്ങളിൽ വേറെ 2 ടീച്ചേഴ്സ്, ആരാണ് ബിസ്മിയക്കും ഇതിലൊക്കെ ആയിരിക്കും. അങ്ങനെ അങ്ങനെ മാറി മാറി നമ്മളാണ് ഓരോ റോളുകൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്കൂൾ ബസ്സിലടക്കം ടീച്ചേഴ്സാ പോണ്. പിന്നെ സ്കൂൾ ബസ് കൈകാര്യം ചെയ്യണം. ബാത്റൂംസിൽ കുട്ടികളെ കൊണ്ടുപോകണം അല്ലെ. ചില ബാത്റൂംസ് ചില സമയങ്ങളിൽ ചില കുട്ടികൾക്ക് വയ്യാതൊക്കെ ഉണ്ടാകും, നമ്മളതൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. ഒരു അമ്മ ചെയ്യുന്ന എല്ലാ ജോലിയും ഒരു അധ്യാപികയ്ക്ക് ഉണ്ട്. നമ്മളെ അമ്മമാരാണ്, നമ്മുടെ ടീച്ചറാണ്, അമ്മയാണ്, എല്ലാം ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കാണാം, അത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടികളല്ലേ, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. മിസ്സേ, ഞാനേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ 10th പഠിച്ചോണ്ടിരുന്നപ്പം എന്റെ കൈ ഒന്ന് ഫ്രാക്ചറായി. അപ്പൊ വീണതാ. അപ്പം എന്നാലും ഞാൻ സ്കൂളിൽ പോവായിരുന്നില്ല കേട്ടോ, കാരണം സ്കൂൾ ബസ്സിനൊക്കെയാണ് പോകുന്നത്. HM ആണ് എന്നെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പാത്രം കഴുകി തരാനും ഒക്കെ HM സഹായിച്ചുകൊണ്ടിരുന്നത്. ലേഡിയായിരുന്നു, വിജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ടീച്ചറാണ്. കാരണം ഞങ്ങൾക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ചൈൽഡ് ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ 1-2 പേരൊക്കെ. അവർക്ക് ഫുഡ് കഴിക്കാൻ, അവർക്ക് ചോറ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ HMനെ വളരെ നമ്മുടെ ഒരു റോൾ മോഡൽ പോലെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ മിസ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർക്കുയത് എല്ലാം ചെയ്യുമായിരുന്നു. പിള്ളേരെ ബസ്സിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും. കാരണം HMന്റെ ഡ്യൂട്ടി, അവർക്ക് ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ HM ഇങ്ങനെ വാച്ചിങ്ങിനൊക്കെ ആയിട്ട് വരുമല്ലോ. ആ ടൈമില് ടീച്ചേഴ്സ് എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മാറേണ്ട വന്നാൽ HM ക്ലാസ് അറ്റൻഡ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു HM. ഒത്തിരി വർഷം ഇരുന്നു HM ആയിട്ടത്. നിങ്ങള് അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയിട്ട് മാറണം വരെ ഇപ്പോഴും ഇയാളുടെ മനസ്സിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ? അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ നമുക്കൊരു ഇടം കിട്ടാനുള്ള സ്പേസ്, അല്ലെങ്കിൽ ആ ഒരു എപ്പോഴും അവർ നമ്മളെ പറ്റി അവർക്ക് ഓർക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ അധ്യാപനം. അങ്ങനെയുള്ളവരായിട്ട് മാറണമെന്നേ. അല്ലാതെ നമ്മളുടെ പണം അതൊന്നും അല്ല വലുത്. അതിന് നല്ലൊരു മനസ്സോടുകൂടി കുട്ടികളെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. നല്ല മനസ്സോടുകൂടി നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക, എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ക്രിട്ടിസൈസ് ചെയ്യുക. അങ്ങനെ നല്ല ടീച്ചർ ആവുന്നല്ലേ നല്ലത്. എന്തിനാണ് നമുക്ക്, അതാണ് നല്ലത് എപ്പോഴും. അല്ല, മറ്റുള്ളവരെ മനസ്സിൽ ജീവിക്കാൻ പറ്റുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ്. അങ്ങനെയുള്ള അധ്യാപകയാകണേ. ഇനി നമ്മളെ പറ്റി അവർ ഓർക്ക പോലും ചെയ്യില്ല. നമ്മളെ ഏറ്റവും മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, നമുക്ക് ഭയങ്കര രസമുണ്ട് അത്. ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എവിടെ പോയാലും എവിടെ എന്തെങ്കിലും ടീച്ചറേ എന്നൊരു വിളി വരും. എവിടെ എന്തെങ്കിലും ഒരു വിളി വരുന്ന അന്ന് സംസാരിക്കും, ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത്. വന്നടുത്ത് നിന്ന് ടീച്ചറെ പഴയ വിശേഷമൊക്കെ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോഴും പഠിപ്പിച്ച പിള്ളേർ, ഞാൻ ഏഴാമേക്കാട് സ്കൂളിൽ പഠിപ്പിച്ചത് നല്ല സ്നേഹമുള്ള ഒരു സ്കൂളാണ് കേട്ടോ. ആ സ്കൂളിൽ ഒരിക്കലും മറക്കില്ല. അവിടെ ഞാനൊരു 2 വർഷത്തോളം പഠിപ്പിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്കാണ് പോയിരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷമല്ല. എന്നിരുന്നാൽ പോലും അവിടെ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്റർ അടക്കം എന്ത് ഫീൽ ഫ്രീ ആയിട്ടുള്ള അധ്യാപകരാണെന്ന് അറിയാം. മുസ്ലിം സ്കൂളാണ് കേട്ടോ, ഹിദായത്തുൽ ഇസ്ലാം മുസ്ലിം സ്കൂളാണത് എടാനക്കാട്. അതായത് നമ്മുടെ സിദ്ദിഖിന്റെയും ദിലീപേട്ടനൊക്കെ പഠിച്ച സ്കൂളാണ്. സിനിമ നടന്മാരില്ല, അവരുടെ വീടുള്ള അടുത്ത് തന്നെയാണ് എടാനക്കാട്. അത്ര നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്കൂളാണ്. കുട്ടികൾ എന്ത് സ്നേഹമുള്ള പിള്ളേരാണെന്ന് അറിയാം. എപ്പോഴെ വെച്ച് കണ്ടാലും ഓടി വന്ന് വിളിക്കും, വർത്താനം പറയും. എന്നെക്കാളൊക്കെ വലുതായിട്ടോ, ഞാൻ ചെറുതാണ്, അവർ പക്ഷെ നല്ല വലുതായി. 8ലും 9ലും 10ലൊക്കെ, 8ലും 9ലാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷെ നല്ല സ്നേഹമുള്ള പിള്ളേര്. അപ്പൊ വിളിക്കാൻ വരുന്ന സമയത്ത് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ
നെറ്റ് കട്ടായതാണോ? എന്താ അറിയില്ല, സ്റ്റെക്കായി ഇന്നല്ലേ. ഞാൻ എനിക്ക് മാത്രമാണോ? അതാ ഞാൻ ചോദിച്ചത്. സ്റ്റെക്കാണ്. ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? മാം ലെഫ്റ്റ് ആയി തോന്നുന്നു അല്ലേ? തോന്നുന്നു. മാറിയെന്നാ തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാല്ലേ, വരുമായിരിക്കും. പറയാതെ എന്തായാലും പോവുകയല്ലേ. നെറ്റ് പോയതാണ് പിള്ളേരെ, നെറ്റ് കണക്ഷൻ പോയതാണ് കേട്ടോ. എല്ലാരും മാമിനെ പേരുന്നുണ്ട്, ഇവിടെ പോയി മുങ്ങി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്. ഇങ്ങനെയല്ല, നെറ്റ് ഇടക്ക് പോകും മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ അതല്ല, ഞങ്ങൾക്ക് ഇവിടെ 2 എലിക്കുട്ടന്മാര് വന്നിട്ടുണ്ട്. കുറെ ദിവസമായി ഇവിടെ കിടന്ന് കളിക്കുന്നു. ഇടയ്ക്ക് വയറൊക്കെ കറണ്ട് വരുന്നുണ്ട്, അങ്ങനെ കുറച്ചേറെ കണക്ഷൻ ഒക്കെ പോകുന്നുണ്ട്. എവിടെയാണെന്ന് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പ്രസൻസ് ഉണ്ട്, എവിടെയാണെന്ന് കണ്ടിട്ടില്ല. കെണി വെക്കും മാം, കെണി വെച്ച് പിടിക്കാം. ജീവിച്ച് പൊക്കോട്ടേനെ. ഭൂമിയുടെ അവകാശികളാണല്ലേ മാം? അങ്ങനെ ഭൂമിയുടെ അവകാശികളെ നമ്മള് ഉപദ്രവിക്കാൻ ഇരുന്നാ മതി. അയ്യോ, കാലില് മാന്തനൊക്കെ. എന്തോ പറഞ്ഞതാണ്. ബാക്ക് പേ ഉണ്ടോ മാം? ഫാക്ടറിയിലോ എനിക്ക് പീരീഡ്സ് ആയിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ. പീരീഡ്സ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ? അതുപോലെ സ്ത്രീകളുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണത് പീരീഡ്സ്. ഇന്നലെ വന്നുള്ളൂ, ഇനി കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് 2 days അടിപൊളിയാണ്. നല്ല ഒരു വിരുന്നുകാരനാണ് വന്ന് അത്രയും ബുദ്ധിമുട്ടില്ല. വിരുന്നാല് പോലെ വന്നപ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ പോകും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് ആണ്. ഓക്കെ, എന്താണ് ക്യാൻവാസിംഗ്, എന്താണ് പ്രൊപ്പഗണ്ടാസ്? നമ്മള് അഡ്മിഷനൊക്കെ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലൊക്കെ പോയി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ സ്മാർട്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്മാർട്ട് എഡ്യൂക്കേഷൻ. അവിടെ മോണ്ടിസോറി MPTC കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല ഫാക്കൽറ്റി ടീമാണ്. നല്ല ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓഫ്ലൈൻ പ്രാക്ടിക്കൽസ് ഉണ്ട്, നല്ല ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്താൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. നല്ലൊരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചറായിട്ട് മാറാം. ഇതെന്താണ്? പ്രൊപ്പഗണ്ട എന്താണ് അപ്പോ? പ്രൊപ്പഗണ്ട എന്താണ്? സെയിം തന്നെയാണോ? അറിയില്ല മാം. അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണോ? പിന്നെ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാൻവാസ് എന്ന് വെച്ചാല് ക്യാൻവാസ് ചെയ്യാൻ മലയാളം ഉണ്ടാവും. ആശയങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതാണോ മിസ്? പ്രേരിപ്പിക്കുക. പ്രേരണ. പ്രൊപ്പഗണ്ട എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുക അല്ലെ? ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ നോട്ടീസിൽ പ്രചരിപ്പിക്കും,
ബ്രോഷർ ഉണ്ടാക്കും, അല്ലെങ്കിൽ മീഡിയയിൽ പബ്ലിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഒക്കെ പോലെ നമ്മൾ എന്താണ് പ്രചരിപ്പിക്കും അല്ലെ. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ എന്താണ് പ്രചരിപ്പിക്കാൻ പറഞ്ഞതിൽ നമ്മൾ അതിലേറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുള്ളൂ. ഇപ്പൊ ക്യാൻവാസിംഗ് ചെയ്യും, രണ്ടിലൊന്നും തന്നെയാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സ്കൂളിന്റെ ഏറ്റവും സ്കൂളിൽ ഇത്ര വലിയ സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട്, ഇത്ര വലിയ ഫാക്കൽറ്റി ടീംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ലൈബ്രറീസ് ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ സ്കൂളിന്റെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വോളിബോൾ ഏറ്റവും നല്ല രീതിയിൽ വോളിബോൾ ടീമുള്ള സ്കൂളാണ്, അല്ലെങ്കിൽ സ്കേറ്റിംഗ്, കരാട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അക്കാഡമിക് അവയർനെസ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ സ്കൂളിന്റെ പോസിറ്റീവ്സ് മാത്രമായിരിക്കും എന്ത് കൊടുക്കുന്നത്, ബ്രോഷറിൽ കൊടുക്കുന്നത്. അതിൽ നെഗറ്റീവ്സ് കൊടുക്കോ? ഇല്ല. അതൊരു അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. അതായത് നമ്മള് ആ സ്കൂളിലേക്ക് കുട്ടികളുടെ അഡ്മിഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പബ്ലിസിറ്റി ആണ് എന്താ ഈ ക്യാൻവാസിനും പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ക്യാൻവാസിൽ നമ്മൾ ടീച്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലാതെയും പോകുന്നുണ്ട് അല്ലെ. 2-3 ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഇൻഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, നെഗറ്റീവ് ക്യാൻവാസിംഗ് ഉണ്ട്. അവിടെ ഉണ്ടല്ലോ ഇൻഡോർ ആൻഡ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. ഓക്കെ. അപ്പൊ സാധാരണ ടീച്ചർമാർ എങ്ങനെയാണ് ക്യാൻവാസിംഗ് ചെയ്യുന്നത്? സാധാരണ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് വീട്ടില് വീട്ടിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുക, കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും? ഒരാള് പറഞ്ഞേ. നമ്മൾ ആ സ്കൂളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ്, സ്പോർട്സ്, അക്കാഡമിക്, അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം, ഡിസിപ്ലിൻ, ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ എല്ലാം നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് മാക്സിമം നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ഇൻവോൾവ് ചെയ്യിക്കാൻ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പറയണം. അവിടെ അതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞ് വീഴ്ത്താൻ പറ്റണം. അതാണ് ക്യാൻവാസ് ചെയ്യാൻ പറ്റണം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇപ്പൊ വീട്ടിലുള്ള ചില പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കാൻ പറ്റുന്ന കുട്ടികളെ പറ്റില്ല അവര് നമ്മളെ വാങ്ങിപ്പിക്കും, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിപ്പിക്കും അല്ലെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമ്മൾ എങ്ങനെ പറഞ്ഞു വിടാൻ നോക്കിയാൽ പോലെ വേണ്ടാന്ന് പറയും. പിന്നെ വരുമ്പോ തന്നെ നമ്മൾ എന്ത് പറയും? വേണ്ട വേണ്ട കൂടെ ഇരുന്ന് പറയും. ജസ്റ്റ് കേട്ടാ മതി, വാങ്ങണ്ട, പറയുന്നത് ഞാനിത് പറഞ്ഞിട്ട് പൊക്കോളാം, ഇത്രയും ദൂരത്ത് വന്നേന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ഇത് കണ്ടോ, ഇത് ചൂടുള്ള പാത്രമാണ്, ഇത് തുറക്കാൻ പറ്റും, അടക്കാൻ പറ്റും, ഇതെങ്ങനെ വേണമെങ്കിലും ചില പിള്ളേരിൽ സെന്റിമെന്റ്സ് ഇറക്കും, ഞങ്ങൾക്ക് ഇത് വിറ്റാലാണ് മാർക്ക് കിട്ടുള്ളൂ, പ്ലീസ് ഒന്നും എടുക്ക് ചേച്ചി. അതില് വീഴും നമ്മള്. അതിൽ വീട് എന്താണ് എന്തെങ്കിലും വാങ്ങിക്കാൻ അറ്റ്ലീസ്റ്റ് ചായപ്പൊടിയെങ്കിലും വാങ്ങിക്കാൻ പറയും അല്ലെ. കറി പൗഡർ ഉണ്ട്, ഒരു 40 രൂപയുടെ ഒരു ഓയിലെങ്കിലും വാങ്ങിക്കുന്നത്. അവർക്ക് അതിന് അവർക്ക് ടാർഗറ്റ്സ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അല്ലെ. അവരെ നിവർത്തിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജോലികൾ ഓരോ കുട്ടികളും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വരുന്നവരെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും അല്ലെ. ചില ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്താ ബാഗും കുത്തി വരുന്ന കണ്ടാൽ നമ്മുടെ ചന്ദ് കിടക്കും. ഞാൻ വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്, ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്, എനിക്ക് വിഷമം തോന്നും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കും, എന്തെങ്കിലും പോലെ അത് വാങ്ങിക്കാറുണ്ട്. നമ്മളെ പൈസയൊന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും എന്താണ് വാങ്ങിക്കും, ഭക്ഷണം കൊടുക്കും, വീട് എവിടെയെന്നൊക്കെ ചോദിക്കും. പിന്നെ ചില വലിയ വരുമ്പോ ചില പെമ്പിളേന്ന് പോലെ പീരീഡ്സ് ആയിട്ട് ബാത്റൂമിൽ പോകാനായിട്ട് കുട്ടിയൊക്കെ വരുന്നവരായിരിക്കും. അതിനുള്ളവരോടൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലവര് മുഖം കണ്ടാൽ തന്നെ പാവം തോന്നും അല്ലെ, ആദ്യം നോക്കി വന്ന കണ്ടാൽ സഹിക്കില്ല. പക്ഷെ അവർക്ക് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഓക്കെ. അപ്പൊ പക്ഷെ ചിലവര് നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കും, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വന്ന് കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും ചെയ്യും അല്ലെ. അതേപോലെ തന്നെ ടീച്ചേഴ്സ് കറക്റ്റ് കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എന്ത് ചെയ്യും, ക്ലാസ് ചെയ്ത് ആ കുട്ടിയുടെ അഡ്മിഷൻ അവിടെ നിന്ന് എഴുതി എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ നാക്ക് നല്ലവണ്ണം വർക്ക് ചെയ്യണം അല്ലെ. നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാലേ ഒരു 10 അഡ്മിഷൻ, ഒരു 20 വീട് കയറിയാലും ഒരു 10 അഡ്മിഷനിൽ നമുക്ക് കിട്ടുള്ളൂ. ടീച്ചേഴ്സ് നേരിടുന്ന ഒരു ചാലഞ്ചസ് തന്നെയാണ്. കാരണം അധികം നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും പാരന്റ്സ് തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ഡ്യൂട്ടി കിട്ടാതിരിക്കട്ടെ, വലിയ പണിയാണ്. യെസ്, ഓക്കെ. The strength of any school is not rising multiples, it rises only in addition. നമ്മള്
സ്കൂൾ ഡെവലപ്പ് ചെയ്യാനാണോ, സ്കൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത്? സ്കൂളുകളുടെ എണ്ണം കൂട്ടണോ, കുട്ടികളുടെ എണ്ണം കൂട്ടണോ? കുട്ടികളുടെ എണ്ണം കൂടാതെ. കുട്ടികളുടെ എണ്ണം കൂടണ്ട അല്ലെ? സ്കൂള് കുറെ കണ്ടിട്ട് കാര്യമുണ്ടോ? അവിടെ ആര് വരണം? കുട്ടികൾ വരണം അല്ലെ? നമ്മൾ റൈസ് ചെയ്യുന്നത് സ്കൂൾസുകളെല്ലാം കുറിച്ച് എന്താ, മറിച്ച് എന്താണ്, അഡ്മിഷൻ ആണ്, നമ്മള് സ്ട്രെങ്ത് ആണ് കൂട്ടേണ്ടത്. സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ എണ്ണമാണ്, സ്കൂളുകളുടെ എണ്ണമല്ല കൂട്ടേണ്ടത് ഒരിക്കലും. ഓക്കെ, so it is state to dog canvassing is not giving strength, but sometimes it's giving determination effect also. Sometimes the prestige of the teachers cannot escape or avoid these campaigns with a cryptic plan. പക്ഷെ എല്ലാ ടീച്ചർമാരൊന്നും ഇതേപോലെ ക്യാമ്പയിൻ ചെയ്യാൻ, ക്യാൻവാസിങ് ചെയ്യാനായിട്ട് പോവാറില്ല. എന്തുകൊണ്ടാണ്? ചിലർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. ക്യാൻവാസിങ് നടത്തുക എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രസ്റ്റീജിനെ ചിലർക്ക് ഭയങ്കര ഇതുണ്ട് അല്ലെ, ഞാൻ അങ്ങനെ ഒന്നും വീടുകളിൽ പോയി ചെയ്യില്ല എന്ന് പറയുന്ന അധ്യാപകരുണ്ട്. തീർച്ചയായിട്ടുണ്ട് കേട്ടോ. ചെയ്യില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് പഠിക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്കൂളിലേക്ക് കുട്ടികൾ വന്നാലേ നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്ക് ഡിവിഷൻ ഉണ്ടാവുന്ന, ഡിവിഷൻ ഫോളോ ആണ്, നമ്മൾ ആ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരും. എന്നറിയാൻ പാടില്ല നിങ്ങൾക്ക്? അറിയാം. അപ്പൊ അതും ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ക്യാൻവാസിങ് ചെയ്യുക എന്ന് പറയുന്നത് ഡ്യൂട്ടിയാണ്. അതിൽ നിന്ന് ഒരിക്കലും എസ്കേപ്പ് ആവാതിരിക്കുക. പറഞ്ഞ നിങ്ങൾക്ക് സ്കൂളിൽ എന്ത് ഡ്യൂട്ടി എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഒരിക്കലും ചെയ്യില്ല എന്ന് പറയരുത് കേട്ടോ. അറിയാൻ പാടില്ലാത്തത് ചോദിച്ചറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇല്ല എന്ന് പറയുന്നിടത്ത് നമുക്കത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് മാർക്സ് ആണ്, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ പറയുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത് കേട്ടോ. That will not make management mistake her, but also her co-teachers thinking her clever persons. In spite of avoiding, she can keep herself on among the others. Okay, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താ പറയാ, അപ്പൊ നമ്മള് എല്ലാവരും ചില ടീച്ചേഴ്സിന് ഈ പ്രസ്റ്റീജ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മള് പ്രസ്റ്റീജ് അഭിമാനം കൂടുതലുള്ള ടീച്ചർമാർ, അല്ലെങ്കിൽ കുറച്ച് ജാഡുള്ള ടീച്ചർമാരെ കണ്ടിട്ടില്ല നിങ്ങള്? ഇച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് അല്ലെ? ഇവിടുത്തെ ടീച്ചർമാരൊക്കെ ഉണ്ടോ? മാത്സിലെ ടീച്ചേഴ്സ് വെയിറ്റ് ഉള്ളവരാണോ, ജാഡുള്ളവരാണോ? അല്ലല്ല, നല്ല ലവബിളാണ്, സോഷ്യലാണ്. നല്ല പാവങ്ങളാണ്. ഇത്രയും പാവമുള്ള ടീച്ചർമാരെ കിട്ടാനില്ലേ? ഞങ്ങളെ തന്നെ പുകഴ്ത്തുന്നവരാണ് കേട്ടോ. ഇല്ലട്ടോ, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ക്രൂരമായ അനുഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല മിസ്സേ. ഒരിക്കലും അങ്ങനെ എഴുതിയില്ല. എന്നും ചേർത്ത് നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ, കൂടെ നിന്നൊക്കെ ഉള്ളൂ അല്ലെ? അറ്റ്മോസ്ഫിയർ ആണ് മാം. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സിന് നിങ്ങൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡ്യൂട്ടി ചെയ്താലും അതാണ് ടീച്ചേഴ്സിന്റെ വർക്ക്. ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യാൻ നോക്കില്ല. ഇപ്പൊ ക്യാൻവാസിംഗ് ആണെങ്കിൽ നിങ്ങൾ അത് ടീമായിട്ട് ചെയ്ത് തീർക്കാൻ നോക്കണം അല്ലെ? അവിടെ നമ്മുടെ പ്രസ്റ്റീജിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തായിരിക്കണം? നമ്മുടെ ഡ്യൂട്ടിയാണ്. ഡു യുവർ ഡ്യൂട്ടി നമ്മൾ പറയാറില്ല. ഇതിപ്പോ ശരിയാണ്, വെക്കേഷൻ ടൈംസിലായിരിക്കാം നമുക്ക് ഈ ഒരു ഡ്യൂട്ടി വരുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം വില്ലിംഗ് ആയിട്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അപ്പൊ അതൊരിക്കലും മറക്കരുത്. അങ്ങനെ ഏറ്റവും നല്ല അധ്യാപനം തീർത്തിട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഏറ്റവും നല്ല അധ്യാപികയായിട്ട് ഇറങ്ങാൻ പറ്റും. അതായത് ഭയങ്കര പെർഫെക്ഷൻ എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ? എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും പറ്റൂല. എല്ലാ മനുഷ്യനും അങ്ങനെ അവൾ പെർഫെക്റ്റ് അല്ല അല്ലെ? നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണോ? ഞാൻ പെർഫെക്റ്റ് അല്ല. നോർമലി പറയാം, ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള ഇംപെർഫെക്ഷൻസ് ഉണ്ട് അല്ലെ? പക്ഷെ എപ്പോഴും നമ്മൾ ഇംപെർഫെക്ഷൻസിനെ എന്ത് ചെയ്യരുത്? പ്രൊട്ടക്ട് ചെയ്യരുത്. എപ്പോഴും പെർഫെക്ഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയും വേണം. എന്റെ പെർഫെക്ഷൻ അല്ലാത്തൊരു കാര്യം കൊണ്ട് എന്റെ ദേഷ്യം, എനിക്ക് അമിതമായി നല്ല ദേഷ്യമുള്ള വരുന്നതാണ്. ദേഷ്യം കയറി കഴിഞ്ഞാൽ എന്നെ പിന്നെ ഒന്നിനും കൊള്ളുക. അത് വീട്ടിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ദേഷ്യം കയറി കഴിഞ്ഞാൽ ദേഷ്യം കയറിയതാണ്. പിന്നെ അതിൽ നിന്ന് താഴെ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഭയങ്കര ശ്രദ്ധിക്കാണോ ഞാനൊന്നല്ല. അപ്പൊ എനിക്ക് എന്റെ രണ്ട് പേഴ്സണാലിറ്റി എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറെ ടെക്നിക്സ് ഒക്കെ പഠിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് താഴത്തോട്ട് ഇറങ്ങും. പക്ഷെ മുകളിലായിരിക്കും നിൽക്കുന്നത്. 14 നിലയുടെ മുകളിലൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറില്ല ദേഷ്യം കയറി കഴിഞ്ഞാൽ. അമ്മാതിരി ദേഷ്യം കയറും. അതായത് നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്ന പ്രധാന കാരണം എന്താണ്? നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യില്ലെന്ന് പറയുമ്പോൾ നല്ല ദേഷ്യം വരുന്നേ.
ഞങ്ങളുടെ ആകെ ദേഷ്യം മാം ചെയ്യാത്തങ്ങനെ ചെയ്ത് പറയുമ്പോ. നമ്മ ചെയ്തിട്ടില്ല ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 14 അല്ല 24 നിലയുടെ മുകളിൽ നിന്ന് നമ്മള് പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഒരിക്കലും അത് നിങ്ങൾ ആരും സമ്മതിച്ചു കൊടുക്കേണ്ടതാ. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് ഒരിക്കലും സമ്മതിക്കരുത്. അതെവിടെയാണെങ്കിൽ ഇത് നമ്മൾ നമ്മളെ തന്നെ ചീറ്റാക്കുന്നത്. നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറിയേടാണ്. ഏറ്റവും ചെയ്യേണ്ടത് ഞാൻ സമ്മതിക്കില്ല, നമുക്ക് സമ്മതിക്കില്ല, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയാം. എന്നോട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് പ്രൂഫ് വെക്കും, തെളിയിക്കാൻ പറയും. പ്രൂഫ് കാണിക്കട്ടെ, പ്രൂഫ് പറയേണ്ട, പ്രൂഫ് ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. ഇല്ല പ്രൂഫ് ഇല്ലെന്ന് നമ്മൾ എന്താണ് നമ്മൾ ചെയ്തിട്ടില്ല. അല്ല ഞാൻ ചെയ്തില്ല എന്ന് പറയും. ഇനി അതിനെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ തെളിവ് കൊണ്ടുവരാൻ പറയും. ഹലോ നിശ്ചയം എന്താണ് ഉണ്ടായിരിക്കുന്നത്? കുറെ വിസാരം കിട്ടാൻ തൃശ്ശൂരിനൊക്കെ പോന്നോ? അല്ല ഉണ്ട്, ചെറിയ സുഖമില്ല. സുഖമില്ല, പനിയാണോ? പനി ഡോക്ടർ ഉണ്ടോ? പനിയായിട്ടില്ല, തലവേദന. തലവേദന ബോഡി പെയിൻ. ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടറെ കാണാനൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതിയല്ലോ. റെസ്റ്റ് എടുത്താൽ മതി. പക്ഷെ സൂക്ഷിക്കണം കേട്ടോ, ഇപ്പൊ പനികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ് എടുക്കാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. കുറച്ചും കൂടി ഉള്ളത്. അഭിസ്നേനോട് ഞാൻ എനിക്ക് കാര്യം പറയണമെന്ന് ഓർക്കുള്ളൂ. എന്താണ് എന്തോ കാര്യം പറയണമെന്നുണ്ടായിരുന്നു, വിട്ടുപോയത്. എടോ മുഹറം എന്നാണോ ശരിക്കും? മുഹറ ഇന്നാണ് 1. ഇന്ന് 1-ാം തീയതി. ഓക്കെ, ഇന്നാണ് ഞങ്ങക്ക് ന്യൂ ഇയർ. ഇന്നാണ് നിനക്ക് ന്യൂ ഇയർ. ഓക്കെ, പുതുവർഷം. ഹാപ്പി പുതുവർഷം. മുഹറം 10 വരുന്നത് 26-ാം തീയതി വെള്ളിയാഴ്ച. ഞങ്ങൾക്ക് ഒഴിവ്, എനിക്ക് അതറിയാനാണ്. വെള്ളിയാഴ്ചയുടെ അന്നാണ് കലണ്ടറിൽ. അപ്പൊ 1 ഫസ്റ്റ് ഇവിടെ ആണല്ലോ തുടങ്ങി. അപ്പൊ 26-ാം തീയതിയാണ് 10, അന്ന് അവധിയാണ്. അന്ന് ശരിക്കും ഇതിലും നിലാവ് കാണുന്നിട്ടാണോ പെരുന്നാള്? ആണോ? ഇതും അങ്ങനെ പെരുന്നാളല്ല, അന്നൊരു നോമ്പുണ്ട്. അതാണ് 10 നോമ്പ് പിടിക്കുന്നവരുണ്ട്. പിന്നെ 10ന്റെ അന്ന് പിടിക്കുന്നത് കുറച്ചും കൂടെ അതിനൊരു കുറച്ചും കൂടെ ഗുണം പറയാറുണ്ട്. അങ്ങനെ കണക്കൂട്ടിയാണ്. എടുക്കുന്നുണ്ടോ? എടുക്കണോന്ന് വിചാരിക്കുന്നു. പീരീഡ്സ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടും. പീരീഡ്സ് ആയ നിങ്ങൾ നോമ്പ് മുറിയോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സൈൻ ഔട്ട് ഒന്നും വേണ്ട.